മണിമല ഹോളി മാഗി ഫൊറോന ദേവാലയത്തിന്റെ 200-ാം വാർഷികത്തോടനുബന്ധിച്ച് ഓരോ മാസവും വ്യത്യസ്തമായ പരിപാടികളാണ് അരങ്ങേറുന്നത്. പള്ളിയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ബൈബിൾ പാരായണം ശ്രദ്ധേയമായി. ജത്രോയിൽ വന്നു ഒരുവൻ വന്ന് മോശെ അറിയിച്ചു, നിന്റെ അമ്മായപ്പൻ ജത്രോ നിന്റെ ഭാര്യയോടും അവളുടെ 2 പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു. മോശ ഉടനെ തന്റെ അമ്മായപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു. അവൻ ജത്രോയെ സ്മരിക്കുകയും ചുംബിക്കുകയും ചെയ്തു. കൽപ്പിക്കാൻ അവിടുന്ന് നല്ലവരാണ്, അവിടുത്തെ കാരുണ്യം നിലനിൽക്കും. കർത്താവിന്റെ നിയമം എങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവൻ, കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവൻ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവൻ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. ഇടവകയിലെ 200 കുടുംബനാഥന്മാർ ചേർന്നാണ് സമ്പൂർണ്ണ ബൈബിൾ 2 മണിക്കൂർ കൊണ്ട് വായിച്ചു പൂർത്തിയാക്കിയത്. 200 കുടുംബങ്ങളിലെ പിതാക്കന്മാർ ഇവിടെ ഒന്നിച്ചു കൂടുകയും അവർ ബൈബിൾ പള്ളിക്ക് ചുറ്റും ഇരുന്ന് 200 പിതാക്കന്മാർ ഒന്നിച്ച് ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ച് വായിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം 200 കുടുംബങ്ങളിലുള്ള പിതാക്കന്മാരാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വന്നത്. ബൈബിൾ വായന അറേഞ്ച് ചെയ്തിരിക്കുന്ന കുടുംബങ്ങളിൽ അവർ വീടുകളിൽ വായിക്കുന്ന വേദപുസ്തകം ഇവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇടവക വികാരി അംഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ദേവാലയത്തിന് ചുറ്റും ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു നിർദ്ദേശം നൽകുന്നതനുസരിച്ച് അവനവർക്ക് കിട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ അവർ അവർക്ക് എന്തൊരു ഉച്ചത്തിൽ എടുക്കാവോ ആ ഉച്ചത്തിൽ പള്ളിയിലേക്ക് നോക്കി വായിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്കും ബൈബിൾ വചനങ്ങളുടെ അഭിഷേകം കടന്നു ചെല്ലാൻ ദൗത്യം സഹായകരമായെന്ന് പള്ളി വികാരി ഫാദർ മാത്യു താന്നിയത്ത് പറഞ്ഞു. ഇതിലൂടെ വചനത്തിന്റെ അഭിഷേകം ഇടവകയുടെ എല്ലാ ഭാഗത്തേക്കും, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരിലേക്കും വചനത്തിന്റെ അഭിഷേകം കടന്നു ചെല്ലുവാനായിട്ടൂടെ പരിശ്രമിക്കുകയാണ്. അങ്ങനെ ഇടവകയുടെ ആ ശാക്തീകരണം, കൂട്ടായ്മകളുടെ ശാക്തീകരണം, എല്ലാവരും ഇടവകയോടും തിരുസഭയോടും കൂടുതൽ ബന്ധപ്പെട്ട് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ മാസം പള്ളിയിലെ ചടങ്ങുകൾ പിതാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച പിതൃദിനാചരണം നടത്തും. അന്ന് വൈകിട്ട് 4:30-ക്ക് ദിവ്യബലിയും തുടർന്ന് ക്ലാസും ഉണ്ടായിരിക്കുമെന്ന് പള്ളി ഭാരവാഹികൾ അറിയിച്ചു. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.